ഹായ് ഫ്രണ്ട്സ്, ഞാൻ റനു കണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ദ സീ ഓഫ് നോളജിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഒരു പ്രസന്റേഷൻ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ആർക്കെങ്കിലും പ്രസന്റേഷനായിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി, ഇപ്പം ഒരു ക്രിസ്മസിൻ്റെ ആയാലും ഒരു ന്യൂ ഇയറിൻ്റെ ആയാലും അല്ലെങ്കിൽ ഒരു ഓണം, വിഷു, അങ്ങനെയുള്ള ഏതൊരു ബർത്ത്ഡേ, എങ്ങനെ എന്തിനായാലും നമുക്ക് ഒരു പ്രസന്റേഷനായിട്ട് ഒരു വീഡിയോ നമുക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടി അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്ത് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരത്തെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടേക്ക് നമുക്കൊരു ന്യൂ കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് LED ലൈറ്റിംഗ് എന്ന് കൊടുക്കാം. വിത്ത് 1920 വെക്കുക. ഹൈറ്റ് ആണെങ്കിൽ 1080 വെക്കുക. ഫ്രെയിം 30 വെക്കുക. ഡയറക്റ്റ് 4 സെക്കൻഡ് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇനി നമുക്കൊരു ഇമേജ് ആവശ്യമുണ്ട്. ഇമേജ് ഞാൻ ആ ഫോട്ടോഷോപ്പ് റെഡിയാക്കി PNG ഇമേജ് ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഈ LED എന്നുള്ളിടത്ത് ജസ്റ്റ് പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്കെയിൽ വരും. സൈസ് നമുക്ക് ജസ്റ്റ് കുറയ്ക്കാം. ഇങ്ങനെ ആക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു 20 കോപ്പി ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി Ctrl+D പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കിത് 3D സ്റ്റൈലാക്കണം. അതിനായിട്ട് ടോഗിൾ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 3D ലെയർ ഓപ്പൺ ആയി വരും. നമ്മളെല്ലാം 3D ആക്കി വിടുക. ഓക്കെ, ഇതെല്ലാം 3D ആക്കി. എന്നിട്ട് ജസ്റ്റ് ഇത് ഓൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് P ചെക്കുക. അന്നേരം എല്ലാത്തിൻ്റെ സെക്ഷൻ ഓപ്പൺ ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ സെറ്റിങ്ങിൽ ചേഞ്ച് വരുത്തണം. ഈ 20ാമത്തെ LED 0 തന്നെ വെക്കാം. 19ാമത്തെ LED നമുക്കിത് 400 ആക്കാം. ഓക്കെ, 18ാമത്തെ LED 800 ആക്കാം. ഓക്കെ, 17ാമത്തെ LED 1200 ആക്കാം. അങ്ങനെ ഓരോ LEDയും ഫുള്ള് നമ്മൾ ഇങ്ങനെ കൂട്ടി 400 കൂട്ടി കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഓൾ സെലക്ട് ചെയ്യുക. ഓൾ സെലക്ട് ചെയ്യുന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു പ്രീ കമ്പോസ് എടുക്കുക. ജസ്റ്റ് പേര് കൊടുക്കാം. LED ലൈറ്റിംഗ് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഈ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ LED ഒരു 3D സ്റ്റൈലായിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ക്യാമറ വേണം. ക്യാമറ സെലക്ട് എടുക്കാം. ഞാൻ ന്യൂ വന്നിട്ട് ക്യാമറ സെലക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്യാമറ തന്നെ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുത്തു. അതിനുശേഷം നമുക്കിനി ഒരു ക്യാമറ കൺട്രോൾ വേണം. അതിനായിട്ട് നമുക്ക് ഒന്നുകൂടെ ലെയറിൽ പോയി ന്യൂ എടുത്തു. ഇവിടെ നല്ല ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ റീനെയിം കൊടുത്ത് കൺട്രോൾ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് നമ്മളിതിനെ കൺട്രോൾ എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്യാമറ സെലക്ട് ചെയ്തു. അതിനാണ് പിക്ക് ബട്ടൺ സെലക്ട് ചെയ്ത് ഈ കൺട്രോളുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ കൺട്രോൾ സെലക്ട് ചെയ്തു. ജസ്റ്റ് P പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ഓപ്പൺ ആയി വരും. അതിനുശേഷം നമ്മൾ 3D സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 3D ലെയർ ഓപ്പൺ ആയി വരും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ടൈം ലൈൻ ഡേറ്റ ലാസ്റ്റിൽ കൊണ്ടുപോകാം. 4 സെക്കൻഡിൽ കൊണ്ടുപോകാം. അതിനുശേഷം നമുക്കൊരു 100 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ടൈമർ ഓൺ ചെയ്യുക. എന്നിട്ട് 10 കൊണ്ടിട്ട് നമുക്കൊരു 3500 ആക്കാം. ഓക്കെ കൊടുത്തു. ജസ്റ്റ് അതിനുശേഷം നമുക്ക് ഈ 2 കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഫ്രെയിം അസിസ്റ്റൻ്റ് വന്നിട്ട് ഈസി സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ന്യൂ സോളിഡ് സെലക്ട് ചെയ്തു. ബ്ലാക്ക് സോളിഡ് കൊടുക്കാം. ജസ്റ്റ് ബ്ലാക്ക് BG കൊടുക്കാം. ഓക്കെ കൊടുത്തു. നമുക്ക് ഏറ്റവും ഡൗണിൽ കൊണ്ടുവരാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു LED സ്റ്റൈൽ വരാൻ വേണ്ടി ഒരു റൗണ്ട് കൊടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു ന്യൂ ലെയർ വന്ന് സോളിഡ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് വൈറ്റ് കൊടുക്കാം.
വൈറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് പേര് നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാം. ജസ്റ്റ് ഓക്കെ കൊടുത്തു. അതിനുശേഷം നമുക്ക് റൈറ്റ് ആംഗിൾ വന്നിട്ട് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ഇതിൻ്റെ ഈ സെൻറ്ററിൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് ബട്ടൺ മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ആൾട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡ്രാഗ് ചെയ്യുക. അനുസരണം ഡ്രാഗ് ചെയ്ത് ഇടുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ലൈറ്റിംഗ് സെലക്ട് ചെയ്ത് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക, കൊടുക്കുക. എന്നിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ മാസ്ക് 2 വന്നിട്ട് ആഡ് ഈ സബ്ട്രാക്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പണായി വരും. അതിനുശേഷം ലൈറ്റിംഗ് ഈ 2 മാസ്കും സെലക്ട് ചെയ്യുക. എന്നിട്ട് മാസ്ക് ഫെദർ എന്ന് പറയുന്നിടത്ത് 50 ആക്കാം. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ലൈറ്റിങ്ങിൽ വന്നിട്ട് എസ് പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്ത് 50 ആക്കുക. എന്നിട്ട് ടൈമർ ഓൺ ചെയ്യുക. എന്നിട്ട് 1 സെക്കൻഡ് കൊണ്ടുവന്നിട്ട് ഇത് നമുക്കൊരു 250 ആക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് 1 ഫ്രെയിമിൽ കൊണ്ടുവരിക. ഒരു ഫ്രെയിം മാറ്റിയിട്ട് ഇത് ജസ്റ്റ് 50 ആക്കുക. ഓക്കെ, 2 സെക്കൻഡിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മളിതൊരു 250 ആക്കുക. 1 ഫ്രെയിമിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇത് 50 ആക്കുക. അതിനുശേഷം പിന്നെ നമ്മളിത് 3 സെക്കൻഡിൽ കൊണ്ടുവരിക. അതിനുശേഷം നമ്മളിത് 250 ആക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒരു അടുത്തത് 1 ഫ്രെയിമിൽ കൊണ്ടുവരിക. എന്നിട്ട് 50 ആക്കുക. എന്നിട്ട് ഇത് നമ്മൾ നേരെ 4 സെക്കൻഡിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇതിൽ 250 ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീല് നമുക്ക് LED ഫീല് നമുക്ക് ഇങ്ങനെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ലൈറ്റിംഗ് എന്നുള്ളത് നമ്മൾ ഈ LED ലൈറ്റിംഗ് എന്നുള്ളതിൻ്റെ മുകളിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ LED ലൈറ്റിംഗ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ LED ലൈറ്റിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണം. ആ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് D പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു കോപ്പി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് T പ്രസ് ചെയ്യുക. ഓപ്പോസിറ്റ് ഓപ്പൺ ആയി വരും. ഇത് നമ്മൾ ജസ്റ്റ് ഒരു 10% കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഈ നണ്ണെന്നുള്ളിടത്ത് വന്നിട്ട് ലൂമ ലൈറ്റിംഗ് എന്നത് ജസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് ലൈറ്റിംഗ് ഓപ്പൺ ആയി വരും. ഇനി നമുക്കിതിലേക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു ടെക്സ്റ്റിലേക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ വാവി എന്നാണ്. ഹാപ്പി ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ വാവി എന്നുണ്ട്. ഓക്കെ, നമുക്ക് സെൻട്രലൈസ് ചെയ്യാം. പിന്നെ അലൈൻ എടുത്ത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ക്ലിയർ ചെയ്ത് അലൈൻ ആയി. ഓക്കെ, ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ സെഗ്വേ സ്ക്രിപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് അതിന് കൊടുക്കാം. അതിനുശേഷം ഈ പാൻ ബിഹൈൻഡ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സെൻട്രലൈസ് ചെയ്ത് അവിടെ ലെറ്റർ. ഓക്കെ, അതിൻ്റെ ശേഷം നമുക്കിത് ഈ ടച്ചിൽ പ്രസ് ചെയ്ത് പ്രസ് ചെയ്യാം. അങ്ങനെ പൊസിഷൻ ഓണായി വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് 3D മോഡിലാക്കുക. അപ്പോൾ 3Dയുടെ ഓപ്ഷൻ ഓണായി വരും. നമുക്കിത് വന്നിട്ട് ലാസ്റ്റ് എൻഡ് സെക്കൻഡിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 2600 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇങ്ങനെ വരും. ഒരു ടൈം ലൈൻ ഓൺ ചെയ്യാം. അതിനുശേഷം ലാസ്റ്റിലേക്ക് കൊണ്ടുവരും. എന്നിട്ടത് പുറകോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് ആക്കാം. ഓക്കെ, അതായത് നമ്മളിത് എടുത്ത് നേരെ ലൈറ്റിങ്ങിനെ മുകളിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇതിലേക്ക് കളർ ആഡ് ചെയ്യണം. അതിനിടെ ഒരു ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. അത് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവരാം. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു റീനെയിം കൊടുക്കാം. കളർന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. ഇതിനിടെ നമുക്ക് ഹൂ ആൻഡ് സാച്ചുറേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഈ കളറൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിത് കളറൈസ് സാച്ചുറേഷൻ എന്നുള്ളത് 100 ആക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു നല്ല കളർ കിട്ടി. അതിനുശേഷം ഇത് ഇപ്പോൾ സ്റ്റാർട്ടിങ് കൊണ്ടുവന്നിട്ട് കളറൈസ് ഹ്യൂ എന്നുള്ളതൊരു ടൈമർ ഓൺ ചെയ്യുക.
എന്നിട്ട് ഇത് 1.15 എന്നുള്ളിടത്ത് കൊണ്ടുവന്നിട്ട് നമുക്കിതൊരു 260 ആക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതൊരു 3 സെക്കൻഡിൽ കൊണ്ടുവന്നിട്ട് 300 ആക്കാം. ഓക്കെ, അത് ലാസ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് പിന്നെ അതൊരു 160 ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഫ്ലാഷ് ലൈറ്റിംഗ് എഫക്റ്റ് കൊടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തും പേര് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഓക്കെ കൊടുക്കും. ഇതിലേക്ക് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി വീഡിയോ കോപ്പലറ്റിൽ ഒപ്റ്റിക്കൽ വയർലെസ് എന്ന് വരുക. ഇവിടേക്കൊരു ഫ്ലാഷ് എഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. നമുക്കിതിനെ മൂവ് ചെയ്ത് ഈ ഒരു എഫക്റ്റിൽ കൊണ്ടുവരിക. ഓക്കെ, അതിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. ഒരു 400 ആക്കാം. ഓക്കെ, കളർ നമുക്ക് ജസ്റ്റ് ലൈറ്റ് കൊടുത്തു. ഓക്കെ, അതിന് ശേഷം ടൂക്കൽ സ്വിച്ച് പ്രസ് ചെയ്ത് ഇത് സ്ക്രീനാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എഫക്റ്റ് ഒരു ലൈറ്റിംഗ് എഫക്റ്റ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ എഫക്റ്റാണ് ഹാപ്പി ബർത്ത്ഡേ ഭാവി എന്നാണ് ജസ്റ്റ് ചെയ്തേക്കുന്നത്. എന്ത് ടെക്സ്റ്റ് നമുക്ക് കൊടുത്തിട്ട് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.